നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഓണം സമയം അടുക്കുകയാണ്. ആ സമയങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ മഴ ലഭിക്കുമെന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇപ്പോഴും ഉണ്ട്. ഏതായാലും കേരളത്തിൽ മാത്രമല്ല, രാജ്യ തലസ്ഥാനത്തും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യമുന നദിയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പ്രളയ ഭീഷണി മറികടക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഭരണകൂടം പൂർത്തിയാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിർത്താതെ അതിശക്തമായിട്ടുള്ള മഴയാണ് ഡൽഹിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യമുന നദി കരകവിഞ്ഞത്. ചൊവ്വാഴ്ചയും കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കൃത്യമായി തന്നെ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. മഴ കനത്തതോടെ ഹത്നികുണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയും വെള്ളം തുറന്നുവിടാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതോടെയാണ് യമുന നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു തുടങ്ങിയത്. അടുത്ത 32 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ജലം യമുന നദിയിലേക്ക് ഒഴുകിയെത്തും. ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രളയ സാധ്യത തള്ളിക്കളയാനാകില്ല. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് യമുന നദിയിലെ ജലനിരപ്പ് അപകട പരിധി കടന്നതോടെ ഡൽഹി NCRലെ വീടുകളിൽ വെള്ളം കയറി. വെള്ളപ്പൊക്കം ഡൽഹി ഗുരുഗ്രാം അതിർത്തിയിൽ വലിയ ഗതാഗത കുരുക്കിനും കാരണമായിട്ടുണ്ട്. നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ യമുനയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തിങ്കളാഴ്ച അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യമുനയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ പഴയ റെയിൽവേ പാലത്തിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കാൻ ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അപകട മേഖലകളിലേക്ക് പോകരുത്, അവിടെ നിന്ന് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് തലസ്ഥാനത്ത് വിമാന സർവീസുകളും തടസ്സപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ യമുന നദിയിലെ ജലനിരപ്പ് 205.75 മീറ്ററായി ഉയർന്ന അപകട നില കടന്നതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. നദിയിലെ ജലനിരപ്പ് ഉയരുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടതാണ് ഡൽഹിയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. യമുന നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ ഇന്ന് വൈകുന്നേരത്തോടെ ജലനിരപ്പ് 206 മീറ്ററിൽ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. യമുന നദിയുടെ തീരത്ത് താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജലനിരപ്പ് ഉയർന്നാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇന്നും മഴ കനത്തതിനാൽ ഹത്നികുണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന് വെള്ളം തുറന്നുവിട്ടു. ഇതോടെയാണ് യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നത്. അടുത്ത 32 മണിക്കൂറിനുള്ളിൽ ജലനിരപ്പ് ഉയരുമെന്നാണ് റിപ്പോർട്ട്. ഇനിയും മഴ തുടർന്നാൽ വെള്ളപ്പൊക്ക സാധ്യതയും അവഗണിക്കാനാകില്ല. യമുനയുടെ തീരത്ത് താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയാണ് മേഖലകളിലാകെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൽഹി NCRലെ നിരവധി വീടുകളിലാണ് ഈ ദിവസങ്ങളിൽ പെയ്തിട്ടുള്ള മഴയിൽ വെള്ളം കയറിയിരിക്കുന്നത്. ഡൽഹി ഗുരുഗ്രാം ഹൈവേയിലും വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് പല വിമാനങ്ങളും ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും വൈകുകയോ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടുകയോ ചെയ്യാനാണ് സാധ്യത. ഇത് മൊത്തത്തിലുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂളിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഇന്ന് ഡൽഹിയിൽ ആകാശം മേഘാവൃതമായിരിക്കുമെന്നും മിതമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പരമാവധി താപനില 31 ഡിഗ്രി സെൽഷ്യസിനും കുറഞ്ഞത് 22 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുഗ്രാമിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സ്കൂളുകളും ഓഫീസുകളും അടച്ചിട്ടു. ഗുരുഗ്രാമിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും ഉണ്ടായതിനാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടക്കം ജീവിതം താറുമാറായിരിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 7 മണി വരെ നഗരത്തിൽ 100 മില്ലിമീറ്ററിലധികം മഴ പെയ്തതിനാലാണ് സെപ്റ്റംബർ 2 കനത്തതോ അതിശക്തമോ ആയതായ മഴയ്ക്കും ഓറഞ്ച് അലർട്ട് നൽകാൻ അധികൃതർ നിർബന്ധിതരായത്. ഹീറോ ഹോണ്ട ചൌക്ക്, പൌട്ടേൽ നഗർ, സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന സ്ഥലങ്ങൾ കനത്ത വെള്ളത്തിനടിയിലായി. വലിയ അളവിൽ മഴവെള്ളം അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് ദ്വാരക എക്സ്പ്രസ് വേയുടെ സർവീസ് ലൈൻ അടച്ചു. ഇത് ഡ്രെയിനേജ് സംവിധാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. എക്സ്പ്രസ് വേ ഡൽഹിയിലെ ദ്വാരകയെ ഗർക്കി ദൌളുമായി ഗുരുഗ്രാമിലെ നിരവധി സെക്ടറുകളുമായി ബന്ധിപ്പിക്കുന്നു. 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന ശക്തമായ മഴയിൽ ഇത് വെള്ളത്തിനടിയിലായി.
കാലാവസ്ഥാ പ്രവചനം കണക്കിലെടുത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്കൂളുകളോട് ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ജീവനക്കാരെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് സ്വകാര്യ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തടക്കം അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും അപകട സാധ്യത നിറഞ്ഞ പ്രത്യേകിച്ച് യമുന നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്ന നിവാസികൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെയായിട്ടും ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. കൃത്യമായിട്ട് സൂചന നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അവിടെ നിന്നൊക്കെ തന്നെ സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് മാറി താമസിക്കുകയാണ്. നദിയിലെ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ പ്രളയ മുന്നറിയിപ്പ് നൽകാനും മുൻകരുതൽ സ്വീകരിക്കാനുള്ള നടപടികളും ഡൽഹി അധികാരികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിലും അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 3 മുതൽ 4 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മഴ മുന്നറിയിപ്പുകളുടെ ഭാഗമായി സെപ്റ്റംബർ 3, 4, 5 തീയതികളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 3 തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ 4 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും സെപ്റ്റംബർ 5 കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെപ്റ്റംബർ 4 ഉത്രാടം. ഇതിന്റെ പിന്നാലെയുള്ള തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പ്രവചനം ശക്തമായാൽ ഇക്കുറി ഓണം വെള്ളത്തിലാകുമോ എന്ന ആശങ്കയാണ് നിലവിൽ മലയാളികൾക്കുള്ളത്. കേരള തീരത്ത് 3, 4 തീയതികളിലും കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ 4 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 3 മുതൽ 4 വരെ കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് മുതൽ 4 വരെ കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏതായാലും മലയാളികൾ അടക്കം തന്നെ ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഓണം വെള്ളത്തിലാകരുത് എന്നുള്ളത്. പക്ഷേ പലയിടങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നൈയിലടക്കം മേഘവിസ്ഫോടനം ഉണ്ടാവുകയും മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുകയും ചെന്നൈയിലെ നഗരങ്ങളിലടക്കം പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അയൽ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ രാജ്യതലസ്ഥാനത്തും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വരുന്ന അറിയിപ്പുകളൊന്നും തന്നെ അവഗണിക്കരുത്. കൃത്യമായിട്ട് നമുക്ക് മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ട് ആളുകൾ അപകട മേഖലകളിലാണ് താമസിക്കുന്നതെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് മാറി താമസിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്.